തപാൽ വകുപ്പിന്റെ പുതിയ പുനഃസംഘടനാ നയത്തിന് പിന്നാലെ സംസ്ഥാനത്ത് 300ഓളം പോസ്റ്റ് ഓഫീസുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. അടച്ചുപൂട്ടൽ പ്രാബല്യത്തിലായാൽ സ്പീഡ് പോസ്റ്റ്, രജിസ്റ്റേർഡ് എന്നീ തപാൽ സേവനങ്ങൾ ഇല്ലാതാകും. കേന്ദ്ര സർക്കാരിന്റെ പുതിയ മാനദണ്ഡപ്രകാരം നഗരങ്ങളിൽ 2ഉം ഗ്രാമപ്രദേശങ്ങളിൽ 5ഉം കിലോമീറ്റർ പരിധിയിൽ ഒന്നിലേറെ പോസ്റ്റ് ഓഫീസുകൾ ഉണ്ടെങ്കിൽ അവ ലയിപ്പിക്കാനോ നിർത്തലാക്കാനോ ആണ് നിർദ്ദേശം. ഈ മാനദണ്ഡം പാലിച്ചാൽ സംസ്ഥാനത്ത് 86 ഓഫീസുകൾ ഉടനെ തന്നെ അടച്ചുപൂട്ടേണ്ടി വരും. സാമ്പത്തിക ലാഭമല്ലാത്ത ഓഫീസുകൾക്കാകും ആദ്യം പൂട്ടുവീഴുക. ഗ്രാമങ്ങളിൽ പ്രവർത്തന ചെലവിന്റെ 33% വരുമാനമില്ലാത്തവ നിർത്തലാക്കും. നഗരങ്ങളിൽ 100% പ്രവർത്തന ചെലവ് സ്വന്തം നിലയ്ക്ക് കണ്ടെത്താനാവാത്തവയും പൂട്ടും. സംസ്ഥാനത്തെ പല സബ് പോസ്റ്റ് ഓഫീസുകളും ജീവനക്കാരുടെ ശമ്പളം ഉൾപ്പെടെയുള്ള ചെലവുകൾക്ക് ആനുപാതികമായ വരുമാനം കണ്ടെത്താനാകാതെ വിഷമിക്കുകയാണ്. ഡിജിറ്റൽ സൗകര്യങ്ങൾ വർദ്ധിച്ചതോടെ പോസ്റ്റ് ഓഫീസുകളിൽ ഇൻലൻഡ്, സ്റ്റാമ്പ്, മണി ഓർഡർ വരുമാനം എന്നിവ കുറഞ്ഞിട്ടുണ്ട്. സേവിങ്സ് ബാങ്ക് നിക്ഷേപങ്ങളിൽ നിന്ന് സബ് ഓഫീസുകൾക്ക് ലഭിച്ചിരുന്ന കമ്മീഷനിലും ഇടിവുണ്ടായിട്ടുണ്ട്. പോസ്റ്റ് ഓഫീസുകൾ ഇല്ലാത്ത ഉൾനാടൻ പ്രദേശങ്ങളിൽ പുതിയവ തുടങ്ങാനും നിലവിലെ സേവനം മെച്ചപ്പെടുത്താനുമാണ് പുനഃസംഘടന എന്നാണ് കേന്ദ്രം വിശദീകരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി യുവതലമുറയ്ക്കുള്ള ജെൻസി പോസ്റ്റ് ഓഫീസും ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസുകളും ഉൾപ്പെടെ അടുത്തിടെ 10 എണ്ണം പുതിയതായി തുറന്നിട്ടുണ്ട്. ഗ്രാമീണ തപാൽ സേവക് തസ്തികയിൽ നിയമനവും നടത്തി. എന്നാൽ അടച്ചുപൂട്ടുന്ന പോസ്റ്റ് ഓഫീസുകളുടെ എണ്ണവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പുതിയ പോസ്റ്റ് ഓഫീസുകൾ കുറവാണെന്ന വിമർശനമാണ് തപാൽ വകുപ്പിലെ ജീവനക്കാരുടെ സംഘടനകൾ ഉന്നയിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, KCV ന്യൂസ്.